മലപ്പുറം കോഡൂരിൽ ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റ് ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. മാണൂർ സ്വദേശി അബ്ദുൽ ലത്തീഫാണ് മരിച്ചത്. ആശുപത്രിയിൽ വെച്ചാണ് മരണം. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ വല്ലാത്ത ഷോക്കായി പോയി. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ ബസ് ജീവനക്കാർ മർദ്ദിച്ചു കൊന്നു എന്നുള്ളത്. നോമ്പൊക്കെ മുറിച്ച് നോമ്പ് മുറിക്കാൻ സമയമായപ്പോ ഭക്ഷണ പൊതിയുമായിട്ട് വരുന്ന അബ്ദുൽ ലത്തീഫിനെ കാത്ത് അവരുടെ വീട്ടുകാര് മക്കള് ഒക്കെ കാത്തിരുന്നത് അദ്ദേഹത്തിന്റെ മരണവാർത്തയാണ്. മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു ദാരുണ സംഭവം ഉണ്ടായത്. എന്തിന്റെ പേരിലായാലും ഈ ഓട്ടോറിക്ഷ ഡ്രൈവറോട് കാണിച്ചത് തെമ്മാടിത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ചെറ്റത്തരം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു വീട്ടില് പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം രാവിലെ ഓട്ടോ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ ആ ഒരു മനുഷ്യനെ ഇല്ലാതാക്കിയിട്ട് ആ മനുഷ്യന്റെ ജീവൻ കളഞ്ഞിട്ട് ഇവർക്ക് എന്ത് നേട്ടമാണ് കിട്ടിയത്? ഈ ബസ് ജീവനക്കാർക്ക് സമാധാനമായി കാണുമോ? ഓട്ടോക്കാര് ഓട്ടം പോയിട്ട് തിരിച്ചു വരുമ്പം ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവരെയൊക്കെ എടുത്തോണ്ട് പോകാറുണ്ടായിരുന്നു. എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണല്ലോ. അത് തന്നെ ഈ ലത്തീഫും ചെയ്തോളൂ. ഒരു 10 രൂപയുടെ ഓട്ടം. ആ 10 രൂപയുടെ ഓട്ടത്തിനാണ് ഈ ബസ്സുകാര് അയാളെ പിന്തുടർന്ന് വന്ന് പിടിച്ചു നിർത്തി ആക്രമിച്ചത്. എന്തായാലും ആ 10 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഈ മനുഷ്യന്റെ ഈ ഒരു ലത്തീഫിന്റെ ജീവൻ കളഞ്ഞപ്പം ഈ ബസ് ജീവനക്കാർക്ക് ഫുള്ള് സമാധാനമായി കാണും. എന്തായാലും ആ ആക്രമണം നടത്തി അദ്ദേഹം ഉടനെ തന്നെ ആശുപത്രിയിൽ പോയി. അദ്ദേഹം കുഴഞ്ഞു വീണു മരണപ്പെടുകയും ചെയ്തു. ഒരു വീടിന്റെ അത്താണിയാണ് നിങ്ങൾ നശിപ്പിച്ചത്. എന്തായാലും മലപ്പുറത്ത് വളരെയധികം ഭയങ്കരമായിട്ട് പ്രതിഷേധമൊക്കെ നടത്തുന്നുണ്ട്. ഒറ്റ ബസ് പോലും ഓടാൻ സമ്മതിക്കുന്നുമില്ല. ശരിക്കും അങ്ങനെ തന്നെ വേണം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ? അപ്പൊ ഈ ബസ്സുകാര് പരസ്പരം തല്ലിയിട്ടാണോ, പരസ്പരം ഇങ്ങനെ കൊന്നിട്ടാണോ ഇതിനൊക്കെ പരിഹാരം കാണുന്നത്? അവർക്കൊന്നും സംസാരിക്കാൻ അറിയില്ല. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് പരസ്പരം ബസ്സുകാരെ തമ്മിൽ തന്നെ നമ്മൾ ബസ് ഇരിക്കെ തന്നെ കയ്യാങ്കളികൾ വരെ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവർക്കൊന്നും ഒരു സമാധാനം ഇല്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇവർ കൈ വെക്കുകയാണ് ചെയ്യുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് ഇപ്പൊ എന്തുണ്ടായി? ഒരു വീടിന്റെ അത്താണി നഷ്ടപ്പെടുത്തി. ആ ലത്തീഫ് അദ്ദേഹത്തിന്റെ ജീവിതവുമായി പോരാടാനാണ് രാവിലെ നോമ്പും പിടിച്ചിട്ട് ഓട്ടോയുമായിട്ട് പോയത്. എന്തായാലും ആ പോക്ക് അദ്ദേഹത്തിന്റെ മരണത്തിലേക്കുള്ള ഒരു പോക്കും ആയിപ്പോയി. എന്തായാലും ഈ മരണപ്പെട്ടത് മർദ്ദിച്ചിട്ടാണോ അതോ ഹൃദയസ്തംഭനം മൂലമാണോ എന്നൊക്കെ ഉള്ളത് പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ അറിയാം. എന്തായാലും വല്ലാത്തൊരു സംഭവമായിപ്പോയി. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ പറയുന്നതെന്ന് കേട്ടു നോക്കാം. വടക്കേമണ്ണ കയറ്റത്തിന്റെ അവിടുന്ന് ബസ്സിന്റെ ആൾക്കാരെ ഇറങ്ങിയിട്ട് മൂപ്പരെ ബ്ലോക്ക് ചെയ്തു. അങ്ങനെ അവിടെ അടിപിടി ഉണ്ടായി. വെലം കിട്ടു. അങ്ങനെ അടിപിടി ഉണ്ടായ സംഭവം. പക്ഷെ അവര് അങ്ങനെ കച്ചറക്ക് പോകേണ്ട ടീം ആളൊന്നുമല്ല. ഇന്ന് രാവിലെ തന്നെ അവിടെ സ്റ്റാൻഡിൽ വന്ന ആളാണ്. പാവപ്പെട്ട ആളാണ്. എന്താ ചെയ്യാ? നമ്മളും ജീവിക്കാൻ വേണ്ടി ഓട്ടോ ഓടിക്കുന്ന ഞാനൊരു ഡ്രൈവറാണ്. ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എല്ലാ ടൈമിലും ഇത് തന്നെ ചെയ്യല്. അവര് ബസ് ബ്ലോക്ക് ഇട്ട് കാരണം പല ആൾക്കാരും ഒരു ബ്ലോക്ക് ഇടല്ലോ. അവൻ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ്. ഞങ്ങൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടുത്തെ നിയമം തന്നിട്ടുള്ളത് 2.5 കിലോമീറ്ററിന് മടക്ക ചാർജ് 10 രൂപ എല്ലാ ഓട്ടോറിക്ഷകളും വാങ്ങാന്നുള്ളതാണ്. അതാണ് ഞങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ 2.5 കിലോമീറ്ററിൽ എവിടെ നിന്ന് വന്നാലും ഞങ്ങൾ എടുക്കും. അത് സർക്കാർ തന്നൊരു നിയമമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വാങ്ങിയത്. ഈ മരിച്ച ഇദ്ദേഹം ഇന്ന് കോടൂരിൽ നിന്ന് വരുമ്പോൾ വേറെ സ്റ്റോപ്പ് അല്ല, വടക്കേമണ്ണ ഇറക്കത്തുനിന്ന് 2 ആളെ മടക്കം കയറ്റി. അവിടെയാണ് ഈ തർക്കം ഉണ്ടായത്. അടിപിടി കലാശിച്ച്. അങ്ങനെ അദ്ദേഹം ഈ ചാനലിൽ നേരിട്ട് പറയാലോ, ഈ ചാനലിൽ കൂടെ തന്നെ ലൈവായി എല്ലാവരും കാണുന്നുണ്ടാവില്ലത്. അദ്ദേഹം നേരെ വാനെടുത്ത് അഡ്മിറ്റാൻ വേണ്ടി ഈ ഹോസ്പിറ്റലിൽ വന്നതാണ്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കേട്ടത്, നിങ്ങൾ എന്നെ അടിച്ചത് കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം സ്വയം ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ വന്നതാണ്. പിന്നെ നമ്മൾ കേട്ടത് ഇവിടുന്ന് മരിച്ചു എന്നുള്ളതാണ്. വേറെ ഒന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മളെ കൂടെ എന്നും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഓടുന്ന ഒരാളാണ്. എന്റെ സ്റ്റാൻഡിൽ തന്നെയാണ്. ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. ഈ ബസ് ജീവനക്കാരൻ ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നെട്ടോട്ടം ഓടുന്നത്. പക്ഷെ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതൊരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. ഞാൻ കണ്ടതാ 8ാം ക്ലാസ് പഠിക്കുന്ന നമ്മളെ വീട്ടിലാണെങ്കിലോ ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, വെല്ലുവിളിന്റെ ഉള്ളിയുണ്ട്. അറിയോ? ഇന്ന വണ്ടി ഞാനാ തറവാട്ട് കൊണ്ടാക്കി കോഴിക്കോട്ട്. അപ്പൊ അച്ഛങ്ങൾ കഴിഞ്ഞാൽ സാരും ചേട്ടാന്ന് പറയും. ഞാൻ എന്താ പറഞ്ഞു അവരോട്? ഇപ്പൊ മരിച്ചു പോയി സാരും ചേട്ടാന്നോ പറയാൻ പറ്റുമോ? ഇതിനെ കുറിച്ച് അറസ്റ്റ് നോമ്പുകാരനായി മരണപ്പെട്ട ലത്തീഫിന്റെ കുടുംബത്തിന് എന്തു കൊടുത്താൽ മതിയാവും? ആ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് അദ്ദേഹം. എന്തായാലും ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ.